മലനാട് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ആർ ജെ സുമേഷ്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരു വലിയ ഗസ്റ്റ് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്ക് പുതിയ സ്റ്റുഡിയോ, മലനാട് ടിവിയുടെ പുതിയ VR സ്റ്റുഡിയോയുടെയും അതുപോലെ തന്നെ CJF സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നിർവഹിച്ചിരിക്കുന്നത് വളരെ പ്രശസ്തയായ, നമുക്കൊക്കെ ഏറെ സുപരിചിതയായ ഒരു വ്യക്തിയാണ്, വിശിഷ്ട വ്യക്തിത്വമാണ്. സിനിമ നടിയാണ്, സീരിയൽ നടിയാണ്, ചിത്രകാരിയാണ്, എഴുത്തുകാരിയാണ്, കവയിത്രിയാണ്, ബിസിനസ് എൻ്റർപ്രണറാണ്, ഡാൻസറാണ്. ദ വൺ ആൻഡ് ഓൺലി ശ്രീമതി ഊർമിള ഉണ്ണി. സ്വാഗതം, നമസ്കാരം. നമസ്കാരം. ശരിക്കും ഒരുപാട് സന്തോഷം. സോഷ്യൽ മേഖലകളിൽ, സാമൂഹിക മേഖലകളിലൊക്കെ നന്നായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചടങ്ങിൻ്റെയൊക്കെ ഉദ്ഘാടകയായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് CJF സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറം. നമുക്കറിയാം, ഇന്നൊരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഒരു ജേർണലിസ്റ്റ് ആവാം, ജേർണലിസം പഠിക്കാതെ തന്നെ ജേർണലിസ്റ്റ് ആവാമെന്നൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം എന്ന ചിന്തയിലാണ് മലനാട് TV ഓരോ പഞ്ചായത്തിലും ഓരോ സിറ്റിസൺ ജേർണലിസ്റ്റിനെയും കണ്ടെത്തി അവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ CJF നമ്മളിങ്ങനെ ഇതിലേക്ക് ID കാർഡും കൊടുത്തുകൊണ്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആദ്യം തന്നെ ഞാൻ മലനാട് TVക്ക് സർവത്ര ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. പിന്നെ ഇപ്പോൾ പറഞ്ഞത് നല്ല പോയിൻ്റാണ്. കാരണം ഒരുപാട് മാധ്യമപ്രവർത്തകരിപ്പോൾ ഉണ്ട്, കേട്ടതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ പറയാനും പൊലിപ്പിച്ച് ഉണ്ടാക്കാനും ഒക്കെ മിടുക്കരായിട്ടുള്ള ആൾക്കാർ മിടുക്കാണ്. പക്ഷേ അത് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രത്യേകിച്ച്, അങ്ങ് എന്താ മധുരമുള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞതായിരിക്കാം, നമുക്ക് അങ്ങനെയൊക്കെ അഹങ്കരിക്കാൻ വേണമെങ്കിൽ. എന്നാൽ പോലും വേദനിപ്പിക്കാൻ വേണ്ടിയുള്ള കമൻസ് വരുന്നത് ഇവർ കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു നിയമം ഇല്ലാതായിട്ട് പഠിച്ചവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാവട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഇതിന് സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. എന്തിന് ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്നവർക്ക് ഒരു നിയമവും ഇല്ല. ഞങ്ങൾ ഡാൻസേഴ്സ് ആണല്ലോ, ഡാൻസ് കുട്ടിക്കാലത്ത് പഠിച്ചതാണ്, ഞങ്ങൾ ടീച്ചറാവാം. അങ്ങനെയല്ലല്ലോ. ഡിഗ്രി എടുത്തിരിക്കുന്നവരുണ്ട് ഇവിടെ, ഡാൻസിൽ, ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഡിഗ്രി എടുത്തവരുണ്ട്. അവർ പഠിപ്പിച്ച പോരെ, അവർക്ക് പണിയില്ലാതിരിക്കുക. എന്നിട്ട് വഴിയെ പോയവരും ഒക്കെ അങ്ങ് ഡാൻസ് കുട്ടിക്കാലത്ത് എപ്പോഴോ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഇതിനെല്ലാത്തിനും, ഡാൻസിന് മാത്രമല്ല, അപ്പം നിങ്ങൾ പറഞ്ഞ ഈ മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ഒരു നിയമം വന്നാൽ അത് ഒരുപാട് പേർക്ക് ഗുണമായിരിക്കും. അറിയാവുന്നവർ ചെയ്യട്ടെ, അല്ലേ? ആ പണി വളരെ നന്നായിരിക്കും. ഓക്കെ. അപ്പം ഈ സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സെൻസറിങ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രദർശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവൻ കൊച്ചുകുട്ടികൾ പോലും കാണുന്ന, അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിന് ഇങ്ങനെ ഒരു സെൻസറിങ് ഏർപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു കാര്യം വരുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിന് ഒരു എതിരഭിപ്രായം ഉള്ളത്, ആദ്യം ഞാൻ പറയാം, നല്ലതാണ്. ഒരു സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ മൊബൈൽ ഫോൺ പോലെയുള്ള ഒരു സാധനം കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഏത് പോൺ സൈറ്റ് വരെ കാണാം. അതിനെന്താ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ? അവർ കാണും, അവർ കാണേണ്ടതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമോ? നമുക്കിപ്പോൾ TV മാത്രമേ കാണാവൂന്ന് നിയമമുള്ളൊരു വീട്ടിൽ ഇത് വെച്ച് കൊടുത്താൽ ഓക്കെ, നല്ല കാര്യങ്ങളെ കാണിച്ചു തരുള്ളൂ, മോശമായ കാര്യങ്ങൾ കാണിക്കാത്ത ഒരു സീരിയലാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഒരു നിയമം വന്നാൽ കുട്ടികൾക്കും പാരൻസിനും ഒക്കെ അത് ഗുണമായിരിക്കും. പക്ഷേ ബാക്കിയോ? ഫോൺ എങ്ങനെ കൺട്രോൾ ചെയ്യും? യൂട്യൂബ് എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇതൊക്കെ വലിയൊരു ചോദ്യങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോൾ മോളുടെ കുട്ടിക്ക് 2 വയസ്സാവുന്നേ ഉള്ളൂ. ഒരു കാരണവശാലും ഫോൺ കൊടുക്കില്ല. അപ്പോൾ എന്നെ പണ്ട് വിളിച്ചിരുന്നവരൊക്കെ പറയും, ചേച്ചി ഫോൺ വിളിച്ചാൽ ഉടനെ എടുക്കുന്ന ആളാണ്, എന്നിട്ട് ഇപ്പം എന്താ എടുക്കാത്തതെന്ന്. എപ്പോഴും ഓഫ് ചെയ്തിടുകയാണ്. കാരണം എന്താ, ഫോൺ അടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ ബാഗിൽ ഫോൺ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫോൺ തരൂ, അതിനറിയാം അതിനകത്ത് കാർട്ടൂൺസ് ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളത് എല്ലാവരും വീട്ടിൽ കുടുംബം അടച്ച് ചെയ്താലേ നടക്കുള്ളൂ. ഞാനൊരാൾ വിചാരിച്ചാൽ നടക്കില്ല. എന്നിട്ട് എല്ലാവരും തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടി
ഉറങ്ങുന്ന സമയത്ത്, കുട്ടി ആ മുറിയിൽ നിന്ന് പോകുന്ന സമയത്ത് എടുത്ത് തിരിച്ചു വിളിക്കണം. അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് വെകിളിയായി പോകുന്നേ. ഫോൺ കിട്ടിയില്ലെങ്കിൽ ഒരു ജാതി പ്രാന്ത് പോലെ വരും പല കുട്ടികൾക്കും. പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൂടുതൽ സിബ്ലിങ്സ് ഉണ്ടാവും. പക്ഷെ ഇന്ന് അച്ഛന് ജോലിയുണ്ട്, അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ ഈ മക്കള് ചില ദിവസം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയപ്പോൾ അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. മകള് 18 വയസ്സിന്റെ പിറന്നാളിന്റെ തലേദിവസം ഒളിച്ചോടിപ്പോയി. അമ്മ പറയുന്ന അറിഞ്ഞില്ലെന്ന്. എനിക്കറിയില്ല. എൻ്റെ മകളുടെയൊക്കെ കൺപീലി മാറിയാൽ എനിക്ക് മനസ്സിലാവും. നോട്ടമല്ല, കൺപീലി ഒന്ന് അടഞ്ഞ അവൾക്ക് എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് അപ്പം എനിക്ക് മനസ്സിലായി. അത്രത്തോളം വാച്ച് ചെയ്തിട്ടാണ് കുട്ടിയെ വളർത്തുന്നത്, വളർത്തിയത്. അതെ, ഇനിയിപ്പോൾ വളർത്താനൊന്നുമില്ല വലിയ കുട്ടിയെ. നമുക്കറിയാം ഉത്തരവുണ്ണി സിനിമാ നടി തന്നെയാണ്, നർത്തകിയാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മലനാട് TV ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, ആദിവാസി മേഖലകളിലെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മരുന്നായിട്ടും മറ്റ് പഠന ഉപകരണങ്ങളുടെ വിതരണമായിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വിദഗ്ധ സമിതി വിലയിരുത്തിയതിന് ശേഷമാണ്, അതായത് ഈ സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ചെല്ലുന്നതെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഈ പലർക്കും സഹായം ആവശ്യമില്ലാത്തവർ, ഉദാഹരണത്തിന് നമ്മുടെ റോഡ് സൈഡിലൊക്കെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ വന്ന് നിൽക്കുന്ന അവർക്കൊക്കെ സഹായം കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ എനിക്ക് കുറച്ചൊരു എതിരഭിപ്രായമുള്ളൊരു കാര്യമാണ്. പറയാമോ എന്ന് എനിക്കറിയില്ല. ചിലർ പറയും എൻ്റെ അഹങ്കാരമാണെന്നൊക്കെ ചിലപ്പോൾ മറുപടി വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, അർഹതപ്പെട്ടവരുടെ കയ്യിലെ കാര്യങ്ങൾ എത്താവും. അത് നിർബന്ധമാണ്. വെറുതെ വാരിക്കോരി നമ്മൾ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി ദാനം ചെയ്യരുത്. ഏറ്റവും നല്ല ഉദാഹരണം തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ വൈറ്റില ജംഗ്ഷൻ അല്ലെങ്കിൽ മറ്റേ എടപ്പള്ളി ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ രാവിലെ 8 മണിക്ക് എൻ്റെ കാറ് പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് നിന്നിട്ട് കൈ നീട്ടും. അവരുടെ ആണെന്നൊന്ന് എപ്പോഴും ഉണ്ടാവും. വർഷങ്ങളായിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ കുട്ടിയുണ്ട്. ഓരോ കുട്ടി മാറിക്കൊണ്ടിരിക്കും. ഒരു കണ്ടക്ടർ കഴിഞ്ഞ ദിവസം ഒരു സംശയം തോന്നി, ഒരു കുട്ടിയെ രക്ഷിച്ച കഥയൊക്കെ ഞാൻ കേട്ടുട്ടോ, ഞാനത് വായിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ, ആ സ്ത്രീ തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ തൃശ്ശൂർ പോയി തിരിച്ചു വരുമ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആരോഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ പണികൾ ചെയ്യുമായിരുന്നു. വയ്യാതിരുന്നിട്ടും അസുഖമായിട്ടും നമ്മൾ എണീറ്റ് ഓടി നമ്മുടെ ജോലികൾ ചെയ്തിട്ടാണ് നമ്മൾ പണം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവർ വെറുതെ ഈ കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് രാവിലെ വന്ന് കൈ നീട്ടി, നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള സ്ത്രീ ആണ് ഈ രാവിലെ 8 തൊട്ട് രാത്രി 8 വരെ. അതുകൊണ്ട് ഞാൻ വളരെ എതിരാണ്. ഞാൻ അവർക്ക് പൈസ കൊടുക്കാറില്ല. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഭക്ഷണ സാധനം കയ്യിലുള്ളത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറില്ല. ചിലപ്പോൾ ഞാൻ ദുഷ്ടയാവാം. അതൊരിക്കലും ദുഷ്ടത്തരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ കുട്ടികൾ പലപ്പോഴും ഉണർന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം മയങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോട്ടെ. പക്ഷേ എനിക്കൊരു രസകരമായ സന്തോഷകരമായ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു ചിത്രകാരി എന്ന രീതിയിൽ ആദ്യമായിട്ട് സാരിയിൽ മ്യൂറൽ പെയിന്റ് ചെയ്തത് മാഡമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന്, ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇന്നിപ്പോൾ എല്ലായിടത്തും അത് ആൾക്കാർ മറന്നു കഴിഞ്ഞു. എൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് അത് എന്നുള്ളത് പോലും പലരും മറന്നു കഴിഞ്ഞു. 2005 മറ്റാണെന്നാണ്, 6ലേക്ക് കടക്കുന്നതിന് മുമ്പാണ്. എനിക്കൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നുകയാണ്, ഈ കേരള മ്യൂറൽ ഡിസൈൻസ് എന്തൊരു ഭംഗിയാക്കാണ്, അത് സാരിയിൽ വന്നാൽ നല്ല രസം ഉണ്ടാവും. അതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല. നമ്മൾ കൃത്യമായി ഇങ്ങനെ ബോർഡറുള്ള സാരികളും പൂക്കളുള്ള സാരികളും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ കേരള സാരിയിൽ അങ്ങനെ ഒരു മ്യൂറൽ മുഖങ്ങൾ അല്ലെങ്കിൽ കൈ മുദ്രകൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ട് എൻ്റെ തലയിൽ ഉദിച്ച ഐഡിയ ആണത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സാരിയിൽ പെയിൻറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ചുകൂടെ വരയ്ക്കുന്ന കാലമായിരുന്നു. എന്നിട്ട് ഞാൻ വേറൊരു നല്ല ചിത്രകാരനെ വിളിച്ച് അയാളെ കൊണ്ട്, മ്യൂറൽ പഠിച്ച ആളെ കൊണ്ട് വരപ്പിച്ചു. അങ്ങനെയുണ്ടായി. അതിനുശേഷം അത് ഒരുപാട് പേര് കോപ്പി ചെയ്ത് ഹാൻഡ് പെയിൻറ്റഡ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ ഇറക്കി. ഇപ്പോഴേ സകല കടകളിലും ഗുരുവായൂരൊക്കെ പോയ പ്രിന്റ് വന്ന് നിറഞ്ഞു കഴിഞ്ഞു. മ്യൂറൽ പെയിന്റിങ് ഏതാണ്ട് ഔട്ടായി തുടങ്ങിയ പോലെ അത്രയും പ്രചാരത്തിലായി. ഇപ്പൊ നല്ല പ്രിന്റിംഗ് മെഷീൻ വന്നല്ലോ, എല്ലാ പിക്ചേഴ്സും ഉണ്ടാകും. അതേപോലെ തലയിൽ മറ്റൊരു കാര്യം കൂടി ഉദിച്ചല്ലോ, പെർഫ്യൂമിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അതും സ്വന്തം ഐഡിയ അല്ലേ? അതെ അതെ. സിനിമയാണോ ഈ ബിസിനസ് ആണ്? ഇത് രണ്ടിൽ ഏറ്റവും കൂടുതൽ എങ്ങനെ ബാലൻസ് ചെയ്യും? അല്ല, ഇഷ്ടം നമുക്ക് അഭിനയിക്കാനും ഒക്കെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ സിനിമ ലാസ്റ്റ് അഭിനയിച്ചത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് എനിക്ക് തോന്നുന്നു 6 or 7 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് വന്നിട്ട്. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ ആരും പറയാറില്ല കേട്ടോ, അമ്മ വേഷം ചെയ്യുന്നവരാരും പറയാറില്ല. ഞാനൊരു സത്യം തുറന്നു പറയുകയാണ്. പലരും ഇപ്പം പുതിയ അമ്മമാരാണ്, പുതിയ ന്യൂജൻ സിനിമകളാണ്, ന്യൂജൻ ആൾക്കാരെ അഭിനയിപ്പിക്കേ ഉള്ളൂ. പഴയ ആൾക്കാരൊന്നും കാണുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളായ പലരെയും ഞാൻ സിനിമയിൽ കാണുന്നില്ല.
അപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കുമല്ലോ അവർക്കും, അവർ പറയാതിരിക്കുന്നതായിരിക്കും. ഞാൻ സത്യമായിട്ടും ഇപ്പോൾ ക്യാമറയുടെ മുമ്പിലേക്ക് വന്നിട്ട് എത്രയോ വർഷമായി ലാസ്റ്റ് ചെയ്ത സിനിമ ഏതാണെന്നും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് എനിക്ക് അതിത്തിരി ഒരു ഇഷ്ടമായിരുന്നു അഭിനയിക്കാനൊക്കെ. വലിയ എന്ന് വെച്ചാൽ ഒരു ക്രേസ് ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല അഭിനയിക്കുന്നതിനിടയ്ക്ക്. നല്ല വേഷമാണെങ്കിൽ പോകും, അതാ പറഞ്ഞത്. അത് ഇഷ്ടമാണെങ്കിൽ പോകുമല്ലോ നമ്മൾ. പക്ഷേ ബിസിനസ് നന്നായി പോകുന്നത് കൊണ്ടും ഈ വശ്യഗന്ധി എന്ന് പറഞ്ഞ എൻ്റെ പെർഫ്യൂം നല്ല ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നത് കൊണ്ടും ഞാൻ അതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായമാണ് മധ്യവേനൽ അവധി എന്ന് പറയുന്നത്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയായിരിക്കും. പിന്നീട് സ്കൂൾ ജൂൺ അങ്ങോട്ട് തുറക്കും, മഴ തുടങ്ങും. പക്ഷേ ഞാൻ ഇടയ്ക്ക് മാഡം പറയുകയുണ്ടായി, ഈ പറയുന്ന അവധി ഒന്ന് മാറ്റി ഏപ്രിൽ മെയ്യിലേക്കാക്കി ജൂൺ ജൂലൈ മഴ വെള്ളം പൊങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് അവധി കൊടുക്കണം, സ്കൂൾ അടയ്ക്കണമെന്ന്. അങ്ങനെ ഒരു കാര്യം പറയാം. കാരണം ചൂടായിരിക്കുമല്ലോ ഏപ്രിൽ മെയ് മധ്യവേനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവരെ ചൂടത്തിരുത്തിയിട്ട് എന്താണ് അത് അങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ തോന്നാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് തോന്നണതാ, ഈശ്വര എന്തിനാണ് ഈ മഴക്കാലത്ത് ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ആര് തുടങ്ങിയ നിയമമാണിത് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ നാട്ടിലെ ചൂട് സഹിക്കാൻ പറ്റാതെ അവർക്ക് നിൽക്കാൻ വയ്യ. അപ്പോൾ ആ 2 മാസം അവധിക്കാലമായ അവർക്ക് അങ്ങ് പോവാം, UK ലണ്ടനിൽ പോയിട്ട് അവർ തിരിച്ചു വരും മഴ കാണാൻ വേണ്ടിയിട്ട്. ആ കാലമാകുമ്പോഴത്തേക്ക് അവർക്ക് രസമാണല്ലോ തിരിച്ചു വരാൻ. അക്കാലത്ത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച നിയമമാണ് ഈ ഏപ്രിൽ മെയ് എന്നുള്ളത്. ചൂടുകാലം വേനലവധി എന്നുള്ള പേരുണ്ടാക്കിയത് തന്നെ അവരാണ്. അപ്പോൾ എന്താ, മഴക്കാലം നമുക്ക് കിട്ടി. പക്ഷേ മഴക്കാലത്താണ് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ, പകർച്ചവ്യാധികൾ വരുന്നത്. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്, എല്ലാവരും വലിയ നിലയ്ക്ക് ജീവിക്കുന്നവരല്ല. ഏത് പാവങ്ങളും കൊച്ചുകുട്ടികളും പഠിക്കുന്നവരാണ്. പാവങ്ങളായിട്ടുള്ള നമ്മളറിയാം കടൽ തീരത്തൊക്കെ താമസിക്കുന്നവർ. എന്തിന് കടൽ തീരം, അല്ലാണ്ട് തന്നെ കൊച്ചി പോലൊരു സ്ഥലത്ത് ചുറ്റും കായലും വെള്ളവുമാണ്. വീടുകളുടെ പകുതി വരെ, അടുക്കളയിലൊക്കെ അടുപ്പ് വരെയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ ഇപ്പം നമുക്ക് വെറുതെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ബുദ്ധിമുട്ടാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകണമെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ, ഭക്ഷണം എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഈ 2 മാസം ഏറ്റവും, അതായത് ഇടവപ്പാതി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയും പുണർദം ഞാറ്റുവേലയും അതൊക്കെയാണ് പ്രധാന 14 ദിവസങ്ങളൊക്കെയാണ് വരുന്നത്. പൂയം എത്രയും വരെ ഞാറ്റുവേലകൾ 14 ദിവസം വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു 2 മാസം ശരിക്കും അവധി കൊടുത്താൽ കുട്ടികളെ രക്ഷപ്പെടും. രോഗങ്ങളും അതെ, എപ്പോഴും നോക്കിക്കോളൂ, പനി കുട്ടികൾക്ക് വരും ഈ കാലത്ത്. സ്കൂളിൽ നിന്ന് കൊണ്ടിരുന്നതാണ്, ഒരു കുട്ടി ചുമച്ചാൽ മതി അടുത്ത കുട്ടി ചുമയ്ക്കും, പിന്നെയും ചുമയ്ക്കും. അങ്ങനെയാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ ഞാനിരുന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല, എന്നാലും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ചില ആശയങ്ങളായിരിക്കും ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. ആരെങ്കിലും നല്ല ചർച്ചകൾ നടത്തുന്നവരോട് പറഞ്ഞാൽ നടക്കുമെങ്കിൽ കൊള്ളാം. ഓക്കെ, നേരത്തെ പറയുണ്ടായി ശാസ്ത്രീയമായിട്ട് സംഗീതമായാലും നൃത്തമായാലും പഠിച്ചവർ ചെയ്യിക്കുന്ന പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മാഡം മോഹിനിയായിട്ടായാലും കഥകളിയായാലും ഭരതനാട്യത്തിലും ഒക്കെ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നമുക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ചില കുഞ്ഞു കുട്ടികൾ റിയാലിറ്റി ഷോയിലൊക്കെ വന്നിരുന്ന് അടിപൊളിയായിട്ട് എന്ന് വെച്ചാൽ സൂപ്പർ അത്രയ്ക്ക് പാടും. അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ടാലൻറ്റ് ഇല്ലാത്തവരെയും ശാസ്ത്രീയമായിട്ട് അഭ്യസിപ്പിച്ചാൽ അവർക്ക് ഇതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താ സംശയം, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പാടുന്ന കേൾക്കുമ്പോൾ എനിക്ക് കൊതി വരുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു മത്സരം വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കുട്ടികളെ കൊണ്ട് പാടിച്ചാൽ മതി, നമ്മൾ കേട്ടോളാം, പ്രേക്ഷകർ കേൾക്കാനുണ്ടല്ലോ, കേട്ടാൽ മതി. അവർക്ക് അന്നേ ഈ മത്സരബുദ്ധി മനസ്സിൽ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അത്രയും കുട്ടികളെ പാടിക്കൂ, കാണാമല്ലോ, എല്ലാവരും കണ്ട് ആസ്വദിക്കട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കട്ടെ. അവരെന്തായാലും അന്ന് അക്ഷരം അറിയില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അക്ഷരം അറിയാതെ കേട്ടാണ് പഠിക്കുന്നത് പാട്ടുകൾ. അവർ പാട്ട് അത്രയും പാടാൻ പറ്റുമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു 8 വയസ്സ് 10 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് കൂട്ടി വായിക്കാൻ അറിയാറാവും. അപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഭാവി കാലത്ത്, അല്ലേ? അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അത് എല്ലാ കലാരൂപങ്ങൾക്കും, അത് ഡാൻസായാലും പാട്ടായാലും ഒക്കെ ഒരു നല്ല സമയത്ത് എന്ന് വെച്ച്
ഡാൻസ് പ്രത്യേകിച്ച് 4 വയസ്സിലും ഒന്നും പഠിപ്പിക്കരുത് എന്ന് തന്നെയാണ്. കാലിൻ്റെ മുട്ട് വളഞ്ഞു പോകും കേട്ടോ കൊച്ചുകുട്ടികളെ ഈ അരമണ്ഡലം നിന്നിട്ടേ. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കരുത്. 8 വയസ്സ് 7 വയസ്സ് കഴിഞ്ഞിട്ടാണ് നല്ലത്. പണ്ടുള്ള കഥകളി ആശാന്മാർ പറയും 8 വയസ്സായിട്ട് കഥകളി പഠിപ്പിക്കാൻ കൊണ്ടുവന്നോളൂ പണ്ടൊക്കെ ഉള്ളവർ. അതിനു മുമ്പ് പാടില്ല പഠിപ്പിക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ എനിക്ക് ചോദിക്കുകയാണ്, അത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം, എങ്കിലും ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവല്ലയിലാണ് ജനനം, ബന്ധുവാണ് സംയുക്ത വർമ്മ. നമുക്കറിയാം തിരുവല്ലക്കാരി പാർവതി അല്ലെങ്കിൽ സംയുക്ത വർമ്മ, ഇവരൊക്കെ അഭിനയശേഷം, അതായത് കല്യാണശേഷം അഭിനയം പൂർണ്ണമായിട്ട് നിർത്തുകയുണ്ട്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഇവരൊക്കെ അങ്ങനെ പിന്മാറിപ്പോകുന്നതിനോട് എന്താണ് അഭിപ്രായം? അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നത്. അവനവൻ്റെ ഇഷ്ടമാണ്. വേണമെങ്കിൽ അഭിനയിക്കാം, വേണ്ടെങ്കിൽ അതൊക്കെ അത് നമ്മൾ പറയുന്നതിലൊരു അർത്ഥമില്ല. നേരത്തെ പറഞ്ഞ തിരുവല്ലയിൽ ജനിച്ചു, തൃശ്ശൂർ പഠിച്ചു, ഇപ്പോൾ അടുത്ത് നമ്മുടെ എറണാകുളത്ത് ജീവിക്കുന്നു. ഇതിൽ 3 സ്ഥലങ്ങളിൽ ഏറ്റവും ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? എനിക്ക് തോന്നുന്നു ഈ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജനിച്ചവർ ഇവിടുന്ന് പോവില്ല, ഇവിടെ ബന്ധു ചേർന്നവർ ഇവിടുന്ന് പോവില്ല. അപ്പോൾ എറണാകുളം എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. എത്ര കൊതുക് കടിച്ചാലും വേണ്ടില്ല അല്ലേ, കായലിൽ വെള്ളം പൊങ്ങിയാലും വേണ്ടില്ല. എറണാകുളം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എറണാകുളത്തൊന്നും പോകാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടം. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെയേറെ തിരക്കുകളുണ്ട് പോയിട്ട്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും നേരം ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സംവദിക്കാൻ സമയം കണ്ടെത്തി. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ബി പോസിറ്റീവ്. ഒറ്റ വാക്ക്. ഓക്കെ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു വലിയ വ്യക്തിത്വം ശ്രീമതി ഊർമിള ഉണ്ണി. ചിത്രകാരി, കവയിത്രി, എഴുത്തുകാരി, നർത്തകി, അങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾക്ക് അർഹയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ മലനാട് TV-ക്കൊപ്പം സഹകരിച്ചതിൽ ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ അഭിമുഖത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം RJ സുമേഷും ബൈ പറയാണ്. താങ്ക് യു.